ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പോകുന്നത് ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനത്തുള്ള അമ്മച്ചിക്കൊട്ടാരത്തിലേക്കാണ്. അമ്മച്ചിക്കൊട്ടാരത്തിലേക്ക് പോകുന്നതിനായിട്ട് വേറൊരു നല്ല വഴിയുണ്ട്. ആ വഴിയല്ലാണ്ട് നമ്മൾ അഡ്വഞ്ചർ ബൈക്കിലാണ് വന്നതുകൊണ്ട് നമ്മൾ ഒരു കാട് വഴിയാണ് എടുത്തത്. അതിദുർഘടമായ വഴിയായിരുന്നു അത്. ആദ്യം കുറച്ച് ടെൻഷൻ ഉണ്ടെങ്കിലും പക്ഷേ അതിസാഹസികമായി ഞങ്ങൾ പതുക്കെ തുഴഞ്ഞു പോവുകയാണ്. പോകുന്ന വഴിക്കൊക്കെ നല്ല മഴയായിരുന്നു. സൈഡിലൊക്കെ ചെറിയ അരുവികളും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല മഴ ആയതുകൊണ്ട് തന്നെ നല്ല ഫോഗ് ഉണ്ടായിരുന്നു. മഴ പെയ്യുന്ന സമയത്ത് മാത്രം ആ മഞ്ഞൊന്ന് നീങ്ങി നിൽക്കുന്നതായിരുന്നു. വരുന്ന വഴിയൊക്കെ വളരെ നല്ലൊരു ക്ലൈമറ്റായിരുന്നു. ഫുള്ള് മഴയായതുകൊണ്ട്, ജൂണായതുകൊണ്ട് നല്ല അടിപൊളി ക്ലൈമറ്റായിരുന്നു ഗൈസ്. നല്ല പോലെ വെള്ളമുണ്ട്. സോ പോകുന്ന സമയം മഴ സമയം നോക്കി പോകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ക്ലൈമറ്റിൽ നമുക്ക് ഒരു ഹെവൻലി ഫീല് കിട്ടുന്ന സ്ഥലമാണ്. ഞാൻ അധികം ടെൻഷൻ അടിക്കുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡിനെ അത്യാവശ്യത്തിലധികം ടെൻഷനാക്കിയിട്ടുണ്ട് ഞാൻ. സത്യം പറഞ്ഞാൽ ഓടിക്കുന്ന ആൾക്കാർക്ക് ബാക്കിൽ പില്ലിയനായിട്ട് ഇരിക്കുന്ന ആൾക്കാർ ടെൻഷൻ കൊടുക്കാതിരിക്കുക, പേടിയാണെന്നുണ്ടെങ്കിലും മിണ്ടാതിരിക്കുക. അവസാനം എത്തിച്ചേർന്നു ഗായ്സ്. ഈ വലിയ ഹമ്പോട് കൂടി നമ്മുടെ അമ്മച്ചിക്കൊട്ടാരം എത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അവർ പോകാനായിട്ട് നിൽക്കുമായിരുന്നു, ഒരു ഫാമിലി ആയിരുന്നു. സോ അവർ ഉള്ളത് കൊണ്ട് ആ വ്യൂ കിട്ടിയില്ല. എന്നാലും കുറച്ച് കഴിഞ്ഞ സമയത്ത് അവർ പോയി. വളരെ മനോഹരമായിരുന്നു. മഴ മാറി മഞ്ഞു വന്നു. അടിപൊളി ഹെവൻലി ക്ലൈമറ്റായിരുന്നു. അമ്മച്ചിക്കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് 3 പടുകൂറ്റൻ മരങ്ങളുണ്ട്. അത് നല്ല ഭംഗിയാട്ടോ. അതിനടുത്ത് നിന്ന് കാണാൻ അതിൻ്റെ വേരുകളൊക്കെ വളരെ ഭംഗിയായിട്ടാണ് പടർന്ന് പന്തലിച്ചിരിക്കുന്നത്. വൈകുന്നേരം ഒരു 5 മണി 6 മണി സമയത്തൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പേടിക്കും. സോ വരുന്നവർ ഗ്രൂപ്പായിട്ട് വരാൻ ശ്രമിക്കുക. നമ്മുടെ തിരുവൻകൂർ രാജാവ് സ്വന്തം പത്നിക്കായിട്ട് പണി കഴിപ്പിച്ച സമ്മർ പാലസായിട്ടാണ് അമ്മച്ചിക്കൊട്ടാരം അറിയപ്പെടുന്നത്. നല്ലൊരു അനുഭവമായിരുന്നു.